ഒരു ലോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ട്രിപ്പ് ഒക്കെ പോവാ. ഞാൻ പോണത് വലിയ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചെറിയൊരു ട്രിപ്പ്. ക്യുക്കലോ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ബെർലിനിൽ നിന്ന് ഏകദേശം ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ 10-11 മണിക്കൂർ ട്രാവൽ ചെയ്യണം. പൈസക്കാർക്ക് വേണം കഴിച്ചൊക്കെ ബുക്ക് ചെയ്ത് പോവാം. നമ്മൾ പിന്നെ പാവം ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് എങ്ങോട്ടും പോകും. ഈ 10-11 മണിക്കൂർ ട്രാവൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒറ്റ ട്രെയിനിലല്ല, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ 5-6 ട്രെയിൻ മാറി കയറാനുണ്ടാവും. കഷ്ടപ്പാട് തന്നെ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എവിടെ പോകണമെന്ന് അറിയും. അത് ഞാൻ ആദ്യമേ പറഞ്ഞൂലേ, ആരെ കാണാനാണെന്നറിയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വില്ലേജിലോട്ട് പോകുന്നത് വില്ലേജിന്റെ ഭംഗി ആസ്വദിക്കാനൊന്നുമില്ല. അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുണ്ട്. ജർമ്മനിയിലെ എന്റെ ലോക്കൽ കാർഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ ആ ബന്ധം അങ്ങോട്ട് വളർന്നു വലുതായി പന്തിരിച്ച് ജർമ്മനി വരെ. ഇവിടെ എവിടെ തിരിഞ്ഞാലും പട്ടികളാണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലേ. എന്റെ പൊന്നോ, ഈ സാധനത്തിന് ഒരു വൃത്തികെട്ട ചീഞ്ഞ മണായിരുന്നു അറിയും. 2 വർഷമായിട്ട് ഇതിന് വെള്ളം കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പട്ടികൾ എനിക്ക് പേടിയാണെങ്കിലും ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ഇവക വൃത്തികെട്ട സ്മെല്ല് വന്നാൽ എങ്ങനെ ഇഷ്ടപ്പെടാം? ഞാൻ ഇവനെ പറ്റി പിറുപിറുക്കണത് എനിക്ക് മനസ്സിലായിട്ടാണോ എന്നറിയില്ല. എന്നെ ഒരു നോട്ടം. ഞാൻ പേടിച്ചൊന്നുമില്ല. പിന്നെ എന്റെ ഭാഗ്യത്തിന് അവിടെ അടുത്ത സ്റ്റോപ്പിൽ അറിയാം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ തിരിഞ്ഞ് രാവിലെ പുറപ്പെട്ട ഞാൻ വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരുന്നത് ആളത്തിറക്കും എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട്. ഈ പേട്ട ലിഫ്റ്റ് ആണെങ്കിൽ ഞാൻ കയറുന്നതിന് മുമ്പേ നിലത്തേക്ക് പോയി. ഓരോരോ വള്ളിക്കെട്ടുകൾ. അങ്ങനെ നമ്മളെല്ലാവരുടെ ലൈഫിലുണ്ടാവില്ലേ ആരും ഇല്ലാണ്ടിരുന്ന 2 പേര്, ഫാമിലി മാറുന്നത് 2 പേരൊന്നല്ല, എന്നാലും പറഞ്ഞതാ. എന്റെ ഫേവറേറ്റ് പേഴ്സൺ എന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി വെച്ച് എന്നെ കാത്തിരിക്കുന്നു. ഇപ്പൊ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നും ആ ഫുഡ് ഉണ്ടാക്കി എന്റെ ഫേവറേറ്റ് പേഴ്സൺ ആരാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.